അതെ, ഞാൻ ഈ കുക്കുംബർ ഗ്രേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് പേർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. ഒരു സോസ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഈ സോസ് ഏതാന്ന് അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. അതിൽ കയറിയപ്പോ തന്നെ പ്രയോറിറ്റി ആയിട്ട് ഷെഫ് ചെയ്യാൻ പറഞ്ഞത് ഈ സോസ് ആണ് കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞപ്പോ എല്ലാവരും തിരിച്ചെത്തിയോണ്ട് ഇപ്പൊ വീണ്ടും തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തൊക്കെ വർക്ക് കിച്ചണിൽ ബാക്കിയുണ്ട് നോക്കണ്ട നിങ്ങൾ അല്ലേ ദിവസം ബിസി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലുള്ള ഷെഫ്മാര് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതി അതനുസരിച്ചാട്ടോ മോർണിംഗിൽ ഞങ്ങൾ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാം. അങ്ങനെ തീർന്ന ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ കൂടെ ചെറിയ ചെറിയ ഓർഡേഴ്സും വരുന്നുണ്ടാവും. ഒരു ഷെഫ് എന്ന നിലയിൽ മൾട്ടി ടാസ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്ത് ചോദിക്കുന്നുണ്ട്, നാട്ടിൽ ട്രെയിനിങ് ചെയ്യണ്ടാണോ പുറത്തു വന്ന് ട്രെയിനിങ് ചെയ്യണ്ടാണോ നല്ലത്. ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തു വന്ന് ചെയ്യാൻ പറയണേക്കാട്ട് മുമ്പ് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ. ഞാൻ ഓൾവേസ് എബ്രോഡ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. കുറെ ഓർഡേഴ്സ് അടുപ്പിച്ച് വന്നു കഴിയുമ്പോൾ കിച്ചൺ നല്ല മെസ്സി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ അപ്പൊ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. വന്ന് കിച്ചൺ നീറ്റ് ആയിട്ട് കിടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കിച്ചൺ ക്ലീൻ ആക്കിപ്പിക്കൂട്ടോ. കാരണം കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കണം, അതാണ് അതിന്റെ ഭംഗി. അങ്ങനെ ഇറങ്ങണേക്കാട്ടും മുമ്പ് ചിയ സീഡ്സ് വെച്ചിട്ട് ചിയ പുഡിംഗ് ഉണ്ടാക്കണ്ടാട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ സുലാൻ.